ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ചെമ്മീൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പ്രൗൺസ് ഇവിടെ ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റാം. ആ സെയിം അടുപ്പിൽ തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൊക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ പ്രൗൺസിന് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ചെറിയ ഉള്ളി യൂസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വാടിക്കിട്ടും. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് പ്രൗൺസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പ്രൗൺസ് കൊണ്ട് എന്ത് റെസിപ്പി ചെയ്താലും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രൗൺ 65 ചെയ്തപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു ചെമ്മീൻ റോസ്റ്റും കൂടി ചെയ്യുന്നത് ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്.
എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കണം. അക്കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഒത്തിരി ഉടയണ്ട. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അസാധ്യ രുചി കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രൗൺസിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് തീ ആക്കിയാൽ മതി. അസാധ്യ ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ടേസ്റ്റാണ് ഇതിന്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരിക്കൽ ട്രൈ ചെയ്താൽ വീണ്ടും നിങ്ങൾ ഇത് തന്നെ തയ്യാറാക്കി നോക്കും, അതുറപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. താങ്ക് യു.